ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് വൈകുന്നേരമൊക്കെ ചായക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വെറും 5 മിനിറ്റ് മതി കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്, കാണുന്ന പോലെയൊന്നുമല്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തേക്കാണ്. ഞാൻ ഒന്നിച്ച് തൊലിയോട് കൂടിയിട്ടാണ് കേട്ടോ വേവിക്കാൻ വേണ്ടി ഇട്ടത്. കുക്കറിൽ 3 വിസിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഇത് ഒരുപാട് വേവ് കൂടിപ്പോകരുത്, കറക്റ്റ് വേവിലായിരിക്കണം, എന്നാലേ നമുക്കത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. വേവ് കൂടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കുക്കറിലൊക്കെ വേവിക്കുകയാണെങ്കിൽ ഒരു 3 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി കൂടരുത്, എങ്കിൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ്, എങ്കിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കണം. ഈ കോൺഫ്ലവറിന് പകരം വേണമെങ്കിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പക്ഷേ കോൺഫ്ലവർ ചേർക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റും നല്ലൊരു ക്രിസ്പി ആയിട്ടും കിട്ടുക കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടല്ലോ അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ മുളക് പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അല്പം ചേർത്ത് കൊടുക്കുക. നമുക്ക് എരിവില്ലാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി, അതിന് കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമ്മൾ ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പോവാണ്, ചെറിയ പൊട്ടാറ്റോ ബോൾസ് ആക്കിയിട്ട്. ഇത് മാത്രം മതി കേട്ടോ, എങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കും ഇനി ഇത് മാത്രമാകുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പോവാണ്. കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി എടുക്കുക. എന്നിട്ട് ഇതാ ഇത്ര എടുത്താൽ മതി. ചെറിയ ഉരുളകളാക്കി മാറ്റണം. വലിയ ബോൾസാക്കി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ഉരുളകളായിട്ട് മാറ്റി കൊടുക്കുക. ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ബാക്കിയുള്ള മാവും ഇതേപോലെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ചെറിയ ഉരുളകളായിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് 13 ബോൾസാണ് കേട്ടോ കിട്ടിയത്. ചെറിയ 13 ബോൾസ് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളും ഉരുട്ടിയെടുക്കുമ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു സൈഡ് ആയിട്ട് മാത്രം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ മറിച്ചിട്ട് കളിക്കരുത്, അങ്ങനെ കളിച്ചാൽ ബോൾ പൊട്ടിപ്പോകും. അത് നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു സൈഡ് ആയിട്ട് മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു സൈഡ് ആയപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ആയിട്ട് മാത്രം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. മറിച്ചിട്ട് കളിക്കരുത്. ഞാനിതിനു മുമ്പ് പൊട്ടാറ്റോ ലോലിപ്പോപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡ് ആയിട്ട് മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ 2 സൈഡും ആയി. ഞാനിതാ കോരാണ്, കണ്ടില്ലേ? ഇതേപോലെ ആയാൽ മതി കേട്ടോ. ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ബോൾസും കൂടി ഞാൻ അതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞല്ലോ വളരെ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് ഇതാക്കാനായിട്ട്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എല്ലാ പൊട്ടാറ്റോസും ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ടൊമാറ്റോ സോസിൻ്റെ കൂടെയും അതേപോലെ ഗ്രീൻ ചില്ലി സോസിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇത് കൂടുതൽ ടേസ്റ്റ് ഗ്രീൻ ചില്ലി സോസിൻ്റെ കൂടെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സോസാണ് താല്പര്യം എന്ന് വെച്ചാൽ അതെടുത്തിട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക്